എല്ലാവർക്കും ട്രാവൽ ആൻഡ് മോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്നുള്ളത് കോവിലാണ്. കോവ് അയർലൻഡിൻ്റെ ഫേമസ് ആയിട്ടുള്ളൊരു ക്രൂയിസ് ടെർമിനലാണ്. അപ്പോൾ ഞങ്ങളിവിടെ കാർണിവൽ ലെജൻഡ് എന്ന് പറഞ്ഞൊരു ഷിപ്പ് വന്നിട്ടുണ്ട്. അത് എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് പോയാലോ? നമ്മളിപ്പോൾ ഷിപ്പിൻ്റെ ഫ്രണ്ട് വശത്താണ് നിൽക്കുന്നത്. ഇത് 2001 ലോഞ്ച് ചെയ്തൊരു ഷിപ്പാണ്. കാർണിവൽ ക്രൂയിസ് ലൈൻസ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയാണ് ഇത് റൺ ചെയ്യിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഇത് US ബേസ്ഡ് കമ്പനിയാണ്. അപ്പോൾ ബാക്കിയുള്ള വീഡിയോസ് നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ ഷിപ്പിൻ്റെ അകത്തോട്ട് കയറാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഓൾറെഡി നമുക്കിവിടെ കയറുന്നതിനായിട്ടുള്ള പെർമിഷനൊക്കെ കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അവരുടെ ചെക്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ അവരുടെയിലുണ്ട്. അത് അവരെല്ലാവരും ക്രോസ് ചെക്ക് ചെയ്യുകയാണ്. ഇവിടെ നമ്മുടെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു കൊടുക്കണം. അതിനുശേഷമാണ് നമ്മൾ അകത്തോട്ട് കയറുന്നത്. അപ്പോൾ എല്ലാവരുടെയും പേര് അവർ ചെക്ക് ചെയ്ത് ടിക്ക് ചെയ്ത് നമ്മളെ ഓരോരുത്തരായിട്ട് അകത്തോട്ട് കയറ്റുകയാണ്. അങ്ങനെ ഞങ്ങൾ ഷിപ്പിൻ്റെ അകത്തോട്ട് കയറുകയാണ്. ഈ കാണുന്ന വഴിയിലൂടെയാണ് അകത്തോട്ട് കയറുന്നത്. പുറത്ത് ഒരു ചെക്കിങ് കഴിഞ്ഞതാണ്. പക്ഷേ ഉള്ളിൽ ഒന്നുകൂടെ നമുക്ക് വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് ഒരു ID കാർഡും ഒക്കെ നമുക്ക് തരും. അപ്പോൾ അതിനുള്ള ക്യൂ ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ വീണ്ടും പാസ്പോർട്ട് കാണിച്ച് അവർ നമ്മുടെ ഫോട്ടോ എടുക്കും. അതിനുശേഷം നമുക്കൊരു ബാർകോഡുള്ള ID കാർഡ് തരും. അത് വെച്ചിട്ടാണ് നമ്മൾ അകത്ത് കയറുന്നത്. ഈ ഷിപ്പ് ഒരു ഫുൾ ഡേ ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ ക്രൂവിനും അതേപോലെ തന്നെ ഗസ്റ്റിനൊക്കെ നമുക്ക് പുറത്തു പോയി സ്ഥലങ്ങളൊക്കെ കണ്ടുവരാനുള്ള സൗകര്യമുണ്ട്. അങ്ങനെയുള്ള ഗസ്റ്റുകളും ക്രൂവും എല്ലാം 6:30 ആകുമ്പോഴേക്കും ബാക്ക് ഓൺ ബോർഡ് വരുമെന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ഷിപ്പിൻ്റെ ഏറ്റവും ടോപ്പിലാണ്. 10th ഫ്ലോറാണ്. അപ്പോൾ അതിൻ്റെ ഇവിടെ സെൻട്രലായിട്ട് ഇതിപ്പോൾ 9th ഫ്ലോറാണ് ഈ താഴെ കാണുന്നത്. ഇവിടെ ഒരു ഓപ്പൺ ഏരിയ ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഷിപ്പിൻ്റെ ബാക്കിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഏറ്റവും ടോപ്പിൽ നമ്മൾ ഈ റെഡിഷ് കളറിൽ കാണുന്നത് ഇതിൻ്റെ എക്സോസ്റ്റാണ് ഷിപ്പിൻ്റെ. അത് കാർണിവൽ ക്രൂയിസിൻ്റെ അവരുടെ ബ്രാൻഡിൻ്റെ ലോഗോയാണ് കാണുന്നത്. അപ്പോൾ അതേ രീതിയിൽ തന്നെയാണ് ഇവർ ഈ എക്സോസ്റ്റ് ഇവിടെ വെച്ചിരിക്കുന്നത്. അതേ ഷേപ്പിൽ തന്നെയാണ്. ഈ കാണുന്നതാണ് ഷിപ്പിൻ്റെ റഡാർ സിസ്റ്റം. അതേപോലെ തന്നെ 2 ഫ്ലാഗ് അവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഒരെണ്ണം അയർലൻഡിൻ്റെ ഫ്ലാഗും അതേപോലെ തന്നെ മറ്റത് കാർണിവൽ ക്രൂയിസ് ലൈൻസിൻ്റെ ഫ്ലാഗുമാണ് കാണുന്നത്. കുറച്ചുകൂടെ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇവിടെയും ഒരു ഓപ്പൺ ഏരിയ ഉണ്ട്. ഇതിൻ്റെ താഴെയായിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനുള്ള ബൊഫയും അതേപോലെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കോബിൻ്റെ ഒരു ഷിപ്പിൻ്റെ മേളിൽ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ. നല്ല രസമുള്ളൊരു വ്യൂ ആണ്. അപ്പോൾ നമ്മൾ ഷിപ്പിൻ്റെ എക്സോസ്റ്റ് ഇരുന്ന ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് എക്സോസ്റ്റ്. അന്യായ വലുപ്പമാണ് കേട്ടോ. നമ്മൾ വീഡിയോ കാണും പോലെയല്ല, ഭയങ്കര വലുതാണിത്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ എഞ്ചിനോ ജനറേറ്ററുകളോ അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെയാണ്. എന്താണെന്ന് വലിയ ഐഡിയ ഇല്ല. പിന്നെ ഈ ബാക്കിലേക്ക് കാണുന്നതൊക്കെയാണ് ഇവിടുത്തെ റൈഡുകളും കാര്യങ്ങളൊക്കെ. ഇവിടുത്തെ ഗസ്റ്റിന് വേണ്ടിയിട്ടുള്ള റൈഡുകളാണ്. എൻ്റെ ബാക്കിലേക്ക് കുറച്ച് റൈഡുകൾ കൂടിയുണ്ട്. അത് നമുക്ക് കാണാം. ഇപ്പോൾ ഷിപ്പിൻ്റെ ഏറ്റവും ബാക്കിലായിട്ടുള്ള ഓപ്പൺ എയറിലായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഈ കാണുന്നതൊക്കെ പിള്ളേർക്കും വലിയവർക്കും ഒക്കെ ആയിട്ടുള്ള ഇവിടുത്തെ പാസഞ്ചേഴ്സിനുള്ള ക്രൂയിസിന് വരുന്ന ആൾക്കാർക്കുള്ള റൈഡുകളും മറ്റുമൊക്കെയാണ് ഈ കാണുന്നത്. ഞങ്ങൾ ഷിപ്പ് എക്സ്പ്ലോർ ചെയ്യാൻ വന്നപ്പോൾ മീറ്റ് ചെയ്തതാണ്. പേര് ആൽബിൻ ആണ്. ആൽബിൻ ഇവിടെ എന്തായിട്ട് വർക്ക് ചെയ്യുന്നത്? ലൈഫ് ഗാർഡായിട്ട് വർക്ക് ചെയ്യാണ്. ഇതിൻ്റെ 10th ഫ്ലോറിൽ നിന്ന് നമ്മൾ വീണ്ടും മുകളിലേക്ക് റൈഡൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്തോട്ട് ജസ്റ്റ് കയറി വെക്കുകയാണ്. ഇവിടെ വരുന്ന എല്ലാവർക്കും റൈഡൊക്കെ യൂസ് ചെയ്യാമെന്നാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു മലയാളീനെ കണ്ടു. അപ്പോൾ ഇവിടെ മൊത്തം മലയാളികളാണ്. അപ്പോൾ ഒരു മലയാളിയെ കണ്ടപ്പോൾ അവൻ ഇവിടെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അവൻ പറഞ്ഞത് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ എനിക്കും വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഈ റൈഡൊക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. നമ്മുടെ നാട്ടിൽ മറ്റേ വണ്ടർലയിലൊക്കെ പോകുന്നൊരു ഫീലിംഗ് ആണ്. എല്ലാത്ത ടൈപ്പ് റൈഡുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. നല്ല നല്ല രസമാണ്. പിന്നെ ഭയങ്കര സേഫുമാണ് ഈ ഏരിയ. അവരുടെ സ്റ്റാഫൊക്കെ ഒരു 5-6 സ്റ്റാഫ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ട് ഇതൊക്കെ നമ്മൾ വണ്ടർലയിലൊക്കെ കാണുന്ന അതേ മറ്റേ ബക്കറ്റിൽ നിന്ന് വെള്ളം വീഴുന്ന സംഭവമൊക്കെ ഇല്ലേ, അതെല്ലാം ഉണ്ട്. പിന്നെ മേളിൽ കാണുന്നതാണെങ്കിലും ഇപ്പോൾ ഈ ഗ്രീൻ ട്യൂബ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് ഗ്രീൻ ട്യൂബിൻ്റെ ഉള്ളിൽ കൂടെ നമുക്കിങ്ങനെ പോയിട്ട് ഏകദേശം അത് ഷിപ്പിൻ്റെ ഏകദേശം ഒരു പറ്റ വരെ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഉള്ളിൽ കൂടെ കയറി താഴെ പോകുന്നത്. നല്ല അടിപൊളി റൈഡുകളാട്ടോ. പക്ഷെ നമ്മൾ ഈ കടലിലൊക്കെ വെച്ച് ഇത് ചെയ്യുമ്പോൾ നല്ല രസമായിരിക്കും. നമ്മൾ ഈ ഒരു ട്യൂബിൻ്റെ റൈഡ് സ്റ്റാർട്ട് ചെയ്യണതിൻ്റെ മേളിൽ ജസ്റ്റ് ഒന്ന് ചുമ്മാ വെറുതെ ഒന്ന് കയറി നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമുക്കൊന്ന് പോയി നോക്കാം. പക്ഷേ ഈ യെല്ലോയിൽ കാണുന്ന റൈഡ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓപ്പണാണ് കേട്ടോ. അതിൻ്റെ മേളുവശം കവേർഡല്ല. അപ്പുറത്തെ ഗ്രീനെ കണ്ടത് ശരിക്കും അത് കവേർഡായിരുന്നു. അതിൻ്റെ ഉള്ളിൽ കൂടെ ട്യൂബ് വരെയാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നത്. ഇത് ഇവിടെ വെള്ളമൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും വേണമെങ്കിൽ ഇപ്പം നമുക്ക് ഡ്രസ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഉപയോഗിക്കാം. അടിപൊളി സെറ്റപ്പാട്ടോ. ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ ഒരു തവണയൊക്കെ
നമ്മളിങ്ങനെ ഷിപ്പിങ്ങിന് ക്രൂയിസിങ്ങിനൊക്കെ പോകണം. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ മേളിൽ മറ്റേ ഈ ഗ്രീൻ ട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് ജസ്റ്റ് ഒന്ന് പോവാം. നമ്മുടെ ഇവിടെ ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ഒരു മലയാളി ഉണ്ട്, ആൽബിനുണ്ട്. ആൽബിൻ ഇവിടെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ആൽബിൻ്റെ മേളിലേക്ക് പോകാം അല്ലേ? എന്തായിരുന്നു നാഷണൽ പ്ലെയർ സ്വിമ്മിങ്ങിലോ? ആഹാ, ആൽബിൻ നാഷണൽ പ്ലെയർ ആയിരുന്നു സ്വിമ്മിങ്ങിൽ. അവൻ്റെ ഫസ്റ്റ് കോൺട്രാക്റ്റാണിത്. ഇതുണ്ടോ എക്സോസ്റ്റ് ഉണ്ടോ, എന്നാ വലുപ്പം നോക്കി. അയ്യോ ഉണ്ടോ, കോവ് ചർച്ചൊക്കെ ഇത്തിരി ഉള്ളൂ. അപ്പോൾ നമ്മൾ ഏകദേശം മുകളിലെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് റൈഡ് സ്റ്റാർട്ട് ചെയ്യണേ. നീയാണത് ഓപ്പറേറ്റ് ഒക്കെ ചെയ്യണേ? ആണോ, അടിപൊളി. താഴത്തേക്ക് പോകും, ഓട്ടോമാറ്റിക് താഴത്തേക്ക് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ താഴത്തേക്ക് പോകും. നമ്മളവിടെ കയറി വെറുതെ നിന്നാൽ മതി. ഓ കണ്ടോ, അത് ഓപ്പൺ ആവും അല്ലേ? ആ അത് ഓക്കെ ഓക്കെ അടിപൊളി. ഇതിവിടെ വലിയൊരു ബക്കറ്റ്, താഴെ കണ്ടതിൻ്റെ വലിയൊരു ബക്കറ്റ് ഇവിടെ ഉണ്ട് കേട്ടോ. അതിനകത്ത് മറ്റേ വെള്ളം ചാടണേ. അപ്പോൾ അത് നിറയണ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് ഷിപ്പിൻ്റെ ഏറ്റവും ടോപ്പ് സെക്ഷനാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഷിപ്പിൻ്റെ ഏറ്റവും ഫ്രണ്ടുമാണ്. ഇവിടെ ഒരു ബാസ്കറ്റ് ബോൾ കോർട്ടൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെ ക്രൂയിസ് ചെയ്യുന്നവർക്കൊക്കെ ഇവിടെ പോയി കളിക്കാം. ഇവിടെ അവേഴ്സൊക്കെ എഴുതിയിട്ടുണ്ട്, രാവിലെ 7 മണി തൊട്ട് 10 മണി വരെ. പിന്നെ ഇതിൻ്റെ ടോപ്പിൽ നിന്നുള്ള വ്യൂ ഒരു രക്ഷയില്ലാത്ത വ്യൂവാണ്. ഈ കാണുന്നത് മിനി ഗോൾഫ് കളിക്കാനുള്ള കോർട്ടാണ്. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ടേബിൾ ടെന്നീസ് കളിക്കാൻ താല്പര്യമുള്ളവർക്ക് അതിനുള്ള കോർട്ടുണ്ട്. ഇത് ഫിറ്റ്നസ് സെൻറ്ററിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നമുക്ക് ജിമ്മൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ വ്യൂ നമുക്ക് കാണാം. ഇവിടെ എക്സസൈസ് ചെയ്യാൻ പറ്റിയ പല മെറ്റീരിയൽസും ഉണ്ട്. അപ്പം ക്രൂയിസിൽ ചെയ്യുന്നവർക്ക്, ഫിറ്റ്നസ് താല്പര്യമുള്ളവർക്കൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇവിടെ വേരിയസ് ടൈപ്സ് ഓഫ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. കാർണിവൽ ലെജൻഡ് എന്ന് പറയുന്ന ഈ ക്രൂയിസ് ഷിപ്പിൽ ആകെ 12 ഡെക്കുകളാണുള്ളത്. അതായത് 12 നിലകളാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്, പാസഞ്ചർ കപ്പാസിറ്റി എന്ന് പറയുന്നത് 2124 പാസഞ്ചേഴ്സാണ്. അതുപോലെ തന്നെ ഇതിൽ 930 ക്രൂ മെമ്പേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ടോപ്പിലൊരു എല്ലാവരും ഒരു ഫോട്ടോ സെഷൻ എല്ലാം നടത്തി. അതിനുശേഷം ഞങ്ങൾ താഴത്തെ നിലയിലേക്ക് പോവുകയാണ്. അടുത്തായിട്ട് ഞങ്ങൾ പോകുന്നത് ഷിപ്പിനകത്ത് തന്നെയുള്ള ഒരു തിയേറ്ററിലേക്കാണ്. ഇത് ഷിപ്പ് സെയിലായി കഴിയുമ്പോൾ ഇവിടെ ലൈവ് പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മാജിക് ഷോസ്, കോമഡി ഷോസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഇവിടുത്തെ ഗസ്റ്റിന് ഇതിനകത്ത് വന്നിരുന്ന് ഇത് മൊത്തം ആസ്വദിക്കാനായിട്ട് പറ്റും. So we're going to start, it's going to be 31. Sticker 31, ready to go. Bingo! ഇനി നമുക്ക് ഷിപ്പിൻ്റെ ഉള്ളിൽ കുറച്ച് കാഴ്ചകൾ കാണാം. ഇത് നടന്നു പോകുന്ന ഒരു പാസേജാണ്. സൈഡിലായിട്ട് നമുക്ക് ഗസ്റ്റിന് ഇരിക്കാനായിട്ടുള്ള ചെയർസും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു സ്പേസാണിത്. ഈ പാസേജിൻ്റെ 2 വശങ്ങളിലായിട്ടുമാണ് ഇവിടുത്തെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളൊക്കെ ഉള്ളത്. ഇപ്പോൾ ഇതൊന്നും ഓപ്പൺ അല്ല, കാരണം ഇത് ഷിപ്പ് സെയിലായി കഴിയുമ്പോൾ മാത്രമാണ് ഇത്, വൈകിട്ടാണ് ഇതെല്ലാം ഓപ്പൺ ആവുകയുള്ളൂ. ഗസ്റ്റ് എല്ലാം പുറത്തു പോയിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഇതെല്ലാം ക്ലോസ് ചെയ്തിട്ടിരിക്കുന്നത്. ഈ വരുന്ന പ്രതീക്ഷേട്ടൻ്റെ ഗസ്റ്റായിട്ടാണ് ഞങ്ങളിവിടെ ഷിപ്പിൽ കയറിയത്. അപ്പോൾ ആളാണ് ഇവിടുത്തെ വേണ്ട ഗൈഡൻസും കാര്യങ്ങളെല്ലാം നമുക്ക് തരുന്നത്. ഈ കാണുന്ന ഒരു ആർട്ട് ഗാലറിയാണ്. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ നടന്ന് പോവുകയാണ്.
ആ പാസേജിലൂടെ നടന്ന് നമ്മൾ ഷിപ്പിലെ മെയിൻ ഡൈനിങ് ഏരിയയിൽ എത്തിയിരിക്കുകയാണ്. ഈ കാണുന്ന ഏരിയയാണ് ഇവിടുത്തെ മെയിൻ ഡൈനിങ് ഏരിയ. ഇത് 2 നിലയിലായിട്ടാണ് ഇവർ ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ താഴെയും ഇതേപോലെ തന്നെ സെയിം രീതിയിൽ തന്നെ ഡൈനിങ് ഏരിയ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതെല്ലാം കാലിയായിട്ട് കിടക്കുകയാണ്. ഇവരെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഗസ്റ്റ് വരുമ്പോൾ വൈകിട്ട് ഇവിടെ ഫുള്ള് തിരക്കായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ താഴത്തെ ഉള്ള ഡൈനിങ് സ്പേസാണ് ഈ കാണുന്നത്. ഇവിടെയും ഫുഡ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ലൈറ്റിംഗ് ഒക്കെ വളരെ മനോഹരമായിട്ട് ലൈറ്റിംഗ് ഒക്കെയാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഇത് ഷിപ്പിലെ ഒരു മെയിൻ ലിഫ്റ്റ് ഏരിയ ആണ് ഈ കാണുന്നത്. ഇതിൻ്റെ താഴെ തന്നെയായിട്ട് അവർ ബാർ ക്രമീകരിച്ചിട്ടുണ്ട്. ഒരു 5 സ്റ്റാർ ഹോട്ടലിനെ വെല്ലുന്ന രീതിയിലാണ് ഇവിടുത്തെ ക്രമീകരണങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. നമുക്കൊരു ഷിപ്പിനകത്താണ് നിൽക്കുന്നതെന്ന് ഒരു കാരണവശാലും തോന്നില്ല. വലിയൊരു കെട്ടിടത്തിൻ്റെ ഉള്ളിൽ, വലിയൊരു ഹോട്ടലിനുള്ളിൽ നിൽക്കുമ്പോൾ പോലെ ഒരു ഫീലാണ് നമുക്ക് ഇതിനുള്ളിൽ നിൽക്കുമ്പോൾ കിട്ടുന്നത്. ഇതിന് ശേഷം ഞങ്ങൾ പോകുന്നത് ഇവിടുത്തെ കാസിനോയിലേക്കാണ്. ഈ കാണുന്നതാണ് ഇവിടുത്തെ കാസിനോ. 2 സൈഡിലുമായിട്ട് കാസിനോ ഏരിയ തന്നെ വലിയൊരു ഏരിയ ഇവർ ക്രമീകരിച്ചിട്ടുണ്ട്. ഇത് ഷിപ്പ് സെയിലായ സമയത്ത് മാത്രമാണ് ഇത് ഒരു ഓപ്പൺ ചെയ്യുകയുള്ളൂ. പോർട്ടിലായിരിക്കുന്ന സമയത്ത് അതാത് കൺട്രിയുടെ നിയമം അനുസരിച്ചിട്ട് കസിനോസ് പ്രവർത്തിക്കാനായിട്ട് അനുമതിയില്ല. അതുകൊണ്ട് സെയിലിങ്ങിൻ്റെ ടൈമിൽ മാത്രമാണ് ഇവരിത് ഓപ്പൺ ആക്കുകയുള്ളൂ. ഈ കാസിനോ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് നമ്മൾ വേറെ പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ബേസിക് ആയിട്ടുള്ള ഫുഡും അതേപോലെ തന്നെ നമുക്ക് താമസിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ മാത്രമാണ് നമുക്ക് ആ ടിക്കറ്റിൽ കിട്ടുന്നത്. കാസിനോസും അതേപോലെ തന്നെ ലിക്കർ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ അഡീഷണൽ പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ ഇവിടുത്തെ ഫുഡ് ട്രൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ കാണുന്നത് എല്ലാം ബൊഫറ്റ് കൗണ്ടറുകളാണ്. പലതരത്തിലുള്ള കുസീൻസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും. ഇതെല്ലാവർക്കും ഇവിടുത്തെ ഗസ്റ്റിനും അതേപോലെ തന്നെ നമ്മൾ ഇതേപോലെ ഒരു ദിവസത്തേക്ക് മാത്രമായിട്ട് വരുന്ന ഗസ്റ്റിനാണെങ്കിലും ഇത് ഫ്രീ ആയിട്ടാണ് ഇവിടെ കൊടുക്കുന്നത്. ഈ കാണുന്ന എല്ലാം ബൊഫറ്റ് കൗണ്ടറുകളാണ്. അപ്പോൾ പലതരത്തിലുള്ള ഫുഡ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അത് നമുക്ക് കഴിക്കാനായിട്ട് പോവാം. In Carnival Delhi, inside the Carnival Delhi. Oh, okay. Thank you so much. കഴിച്ചു. എങ്ങനെയുണ്ട്? നല്ല ക്വാളിറ്റി മീറ്റൊക്കെ ആയിരിക്കും. ഇത്രയും ആളുകൾക്ക് ഫുഡ് സെർവ് ചെയ്യുന്ന ഈ ഷിപ്പിൻ്റെ കിച്ചൺ കാണണമെന്നുള്ളൊരു ആകാംക്ഷ ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഞങ്ങൾ ബ്രിജീഷ് ചേട്ടൻ്റെ ഗൈഡൻസിൽ കിച്ചൺ ടൂറിന് പോവുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോസ് കാണാം. ഇത് മെയിൻ കിച്ചൺ. ഇവിടെ ഇതിലാണ് നമ്മുടെ അൾട്രാസാം. ഈ ക്ലാസ് ഷിപ്പിൽ കിച്ചൺ ഓപ്പൺ ആണ്. നമുക്ക് ഇവിടെ നിന്ന് എല്ലാം കാണാം. മറ്റ് ക്ലാസ്സിൽ ഇതിങ്ങനെ അടച്ചിട്ടുണ്ടാവും. നമുക്ക് ഇവിടം വരെ കാണുള്ളൂ. ഇതിൻ്റെ അപ്പുറത്തേക്ക് കാണാൻ പറ്റില്ല. ഇത് ഡൈനിങ് റൂമിലേക്ക് പോകാനുള്ള എൻട്രൻസ്. ഇതിലെങ്ങനെ പോകും, കയറി അതിലിറങ്ങി വരും. എക്സ്കലേറ്ററാണ്. അപ്പോൾ നമ്മൾ ഇതാണ് ട്രേ. ഇവിടെ ഫുഡ് എടുത്ത് കവറെടുത്ത് ഇങ്ങനെ എടുക്കും. ഇത് ഡിഷ് വാഷ് ഏരിയ. ഡിഷ് വാഷ് മെഷീൻ. അവിടെ സ്മെല്ലായിരിക്കും. ഡിഷ് വാഷ് ഇവിടെയൊക്കെ ഫുഡ് വേസ്റ്റ് കാര്യങ്ങളൊക്കെ. അല്ല, അത് കവർ. നമ്മൾ ഈ പ്ലേറ്റിൽ ഇതുണ്ട്. ഇപ്പോൾ ഈ പ്ലേറ്റ്, ഈ പ്ലേറ്റിൽ ഈ കവർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് അങ്ങനെ ഉണ്ട്. ചിക്കൻ ബ്രസ്റ്റ്, സ്റ്റേക്ക്, ഇതൊക്കെ മെനു അതിനകത്ത്.
ഇതും അത് തന്നെ, ഡിഷ് വാഷ് തന്നെയാണ് ഇതും, ആ സൈഡ് തന്നെയാണ്. ഇല്ല ഓ ഇത് ജൂനിയർ സൂ ഷെഫ് താ ഇതൊക്കെ, ഇവർ വന്ന് സ്റ്റേക്ക് ഹൗസ് ഷെഫ് താ. അപ്പോൾ അഭി ഭായി ഇधർ ही सेटल है फैमिली के साथ आया. ഇത് സാലഡ്, അപ്പിറ്റൈസർ സാലഡ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇത് ഷെഫ് ടേബിള്, ഡിസ്ക് ഇവിടെ തന്നെയായിരുന്നു. ഈ കാണുന്നതാണ് ഷിപ്പിലെ ഷെഫ് ടേബിൾ. ഇത് ഹോസ്റ്റ് ചെയ്യുന്നത് ഈ ഷിപ്പിന്റെ മാസ്റ്റർ എക്സിക്യൂട്ടീവ് ഷെഫ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ മെനു ആയിരിക്കും സെർവ് ചെയ്യുന്നത്. അതുകൂടാതെ കിച്ചൺ ടൂറും ഇവർക്ക് നൽകുന്നതാണ്. പക്ഷേ ഇതിന് എക്സ്ട്രാ ചാർജ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. $90 അങ്ങനെ ഒരാൾക്ക് ചാർജ്. ഭയങ്കര പൈസയാണ് ഇത്. അതൊരു ഇങ്ങനെയാണ് ഇവിടുത്തെ പണി നടക്കണ കാണാൻ പറ്റും. പ്രത്യേകം ഇവിടെ സെപ്പറേറ്റ് ഫുഡ് പ്രത്യേകം മെനു. ഈ കാണുന്ന കോറിഡോറിൻ്റെ 2 വശങ്ങളിലുമായിട്ടുമാണ് ഗസ്റ്റുകളുടെ റൂമുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. കാർണിവൽ ലെജൻഡിൽ പലതരത്തിലുള്ള റൂമുകൾ അവൈലബിൾ ആണ്. ഇൻറ്റീരിയർ റൂം, ഓഷ്യൻ വ്യൂ, ബാൽക്കണി, സ്യൂട്ട്, ഫാമിലി ഹാർബർ, ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള റൂമുകൾ അവൈലബിൾ ആണ്. പക്ഷേ ഇതിന് ഓരോന്നിനും റേറ്റ് വ്യത്യാസം ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു ഫുൾ ഡേ ക്രൂയിസ് ട്രിപ്പിൽ ചിലവഴിച്ച് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ക്രൂയിസിംഗ് ചെയ്യണമെന്ന ആഗ്രഹവും ബാക്കിയാക്കി ഞങ്ങൾ പടിയിറങ്ങി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.